ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ജയിൽ ചാട്ടത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ അതീവ സുരക്ഷാ ജയിലിലെ കമ്പി മുറിച്ചതു മുതൽ 4 ആൾ പൊക്കമുള്ള മതിൽ ചാടിയതുവരെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അധികൃതർ മറുപടി നൽകേണ്ടി വരും. ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി അനായാസം കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിപ്പോയത് തീർത്തും അവിശ്വസനീയമായ രീതിയിൽ എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജയിൽ അധികൃതരുടെ ഗുരുതരമായ കൃത്യവിലോപം മാത്രമാണോ ജയിൽ ചാട്ടം എളുപ്പമാക്കിയതെന്ന ചോദ്യം അവശേഷിക്കുന്നു. വളരെയധികം കട്ടികൂടിയ അഴികൾ മുറിച്ചതെങ്ങനെ? മതിൽ ചാടാൻ തക്ക തുണികൾ ശേഖരിച്ചത് എവിടെ നിന്ന്? ഗോവിന്ദച്ചാമി ജയിൽ ചാടി 3.5 മണിക്കൂറിന് ശേഷമാണ് അധികൃതർ വിവരം അറിഞ്ഞതെന്നത് വിശ്വസനീയമോ? ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 68 സെല്ലുകളുള്ള 10ാം ബ്ലോക്ക് ബിയിലാണ് ഗോവിന്ദച്ചാമിയെ ഇട്ടിരുന്നത്. അടുത്തിടെ വരെ സെല്ലിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ചു മാസങ്ങളായി ഒരു തമിഴ്നാട്ടുകാരൻ കൂടി ഈ സെല്ലിലുണ്ട്. മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്നിരിക്കെ സഹതടവുകാരന്റെ സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. 10ാം ബ്ലോക്കിൽ നിന്ന് പുറത്തെത്തണമെങ്കിൽ 2 മതിലുകൾ ഗോവിന്ദച്ചാമിക്ക് ചാടിക്കടക്കേണ്ടി വരും. ആദ്യ മതിൽ ചാടാൻ സെല്ലിലെ കുടിവെള്ള കന്നാസ് ഉപയോഗിച്ചെന്നാണ് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള 7 മീറ്റർ ഉയരമുള്ള പുറം മതിൽ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയിൽ പുള്ളികളും ഏതാനും ജയിൽ ഉദ്യോഗസ്ഥരും ഗോവിന്ദച്ചാമിയെ സഹായിച്ചിരിക്കാം എന്നാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ തന്നെ പ്രതികരിച്ചത്. നമ്മുടെ എല്ലാ എങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിന്നും സപ്പോർട്ടാണോ ഉള്ളിൽ നിന്നും സപ്പോർട്ടാണോ അത് DIG വിശദമായി ഇവിടെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസത്തിലെ പ്രക്രിയ അല്ലാതെ ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും. ഗോവിന്ദച്ചാമിക്ക് പുറം സഹായമുണ്ടെന്ന ആരോപണം നേരത്തെയും ഉയർന്നിരുന്നു. ഇയാൾക്ക് നിയമസഹായം നൽകാൻ വൻ തുക ചെലവഴിച്ചതായും കണ്ടെത്തിയിരുന്നു. കീഴ്ക്കോടതികൾ വധശിക്ഷ വിധിച്ച ഇയാൾ സുപ്രീം കോടതിയിൽ പോയാണ് ഇളവ് സമ്പാദിച്ചത്. കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്ത സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കേരളത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24.